ഇവിടെ ഈ ബൈബിൾ ക്ലാസ് ഇവിടെ നെന്മാറ സഭ ഈ നിലയിൽ ക്രമീകരിക്കാനായിട്ട് ഇടയായത് കഴിഞ്ഞ 2 വർഷക്കാലം ദൈവം വളരെ അനുഗ്രഹത്തോടു കൂടി ഈ ശുശ്രൂഷയെ ദൈവം തുടർന്നും ഇവിടെയുള്ള നമ്മുടെ ഈ പ്രവർത്തനങ്ങളെ ഈ ബൈബിൾ ക്ലാസ്സിനെയൊക്കെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. പുതിയതായി കടന്നു വന്ന പ്രിയപ്പെട്ടവരെ ഓർത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ദൈവം നമുക്ക് ഏവർക്കും എല്ലാവിധമായ കൃപയും ധാരാളമായി നൽകട്ടെ. ഇതൊരു ബൈബിൾ പഠനമാണല്ലോ. അനേക ദൈവദാസന്മാർ വിവിധമായ വിഷയങ്ങൾ ഇവിടെ ക്ലാസ്സുകളായിട്ട് എടുത്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാത്രിയിൽ വളരെ ലളിതമായ ഒരു വിഷയം നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം ഇന്ന് ഈ പകലിൻ്റെ ചൂട് വളരെ ചൂടാണ്. അതുകൊണ്ട് നമുക്ക് വളരെ ലളിതമായ ചിന്തകൾ കേൾക്കുന്നതായിരിക്കും എല്ലാ അർത്ഥത്തിലും സന്തോഷം. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആയിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. 23-ാം സങ്കീർത്തനം ആണെന്ന് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. 23-ാം സങ്കീർത്തനം നമുക്കറിയാം വളരെ മനോഹരമായ സങ്കീർത്തനമാണ് 23-ാം സങ്കീർത്തനം. ഈ ബൈബിളുമായി നല്ല പരിചയമുള്ള ഏതൊരു വ്യക്തിക്കും നന്നായി അറിയുന്ന ഒരു സങ്കീർത്തനമാണ് 23-ാം സങ്കീർത്തനം. 6 വാക്യങ്ങളാണ് ഇതിലുള്ളത്. ഇതൊരു പഠനം എന്ന നിലയിൽ നമുക്ക് വളരെ പഠനാത്മകമായിട്ടാണ് മുമ്പോട്ട് പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. ദൈവം അതിനായിട്ട് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. അതിൽ 1-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് ഉണ്ടാകുകയില്ല. നമുക്ക് വളരെ ബാല്യം മുതലേ പരിചയമുള്ളൊരു വാക്യമാണ് അല്ലേ? യഹോവ എൻ്റെ ഇടയനോ. ഈ 23-ാം സങ്കീർത്തനത്തിൻ്റെ ചില പ്രത്യേകതകളൊന്ന് പ്രാരംഭത്തിൽ നിന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. ആമുഖമായി നമുക്ക് ചിന്തിക്കുമ്പോൾ ഈ 23-ാം സങ്കീർത്തനം ഞാൻ ഓർമ്മപ്പെടുത്തിയതുപോലെ വളരെ ലളിതവും അർത്ഥസമ്പുഷ്ടമായ ഒരു സങ്കീർത്തനം തന്നെയാണ്. ഇതിനെ ഈ വേദപണ്ഡിതന്മാർ വളരെ മനോഹരമായി ഇതിനെ ചിത്രീകരിച്ച് ഉപമിച്ചിട്ടുണ്ട്. ഒരു വ്യക്തി ഇങ്ങനെയാണ് ഉപമിച്ചിരിക്കുന്നത്: ഒരു രാപ്പാടി പക്ഷിയോട് ഈ സങ്കീർത്തനം ഉപമിച്ചിട്ടുണ്ട്. രാപ്പാടി പക്ഷിയെക്കുറിച്ച് അറിയാം. അതായത് പണ്ട് കാലങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ, വനാന്തരങ്ങളിലൂടെയൊക്കെ യാത്രയൊക്കെ ചെയ്തു പോകുമ്പോൾ, ഈ കാടും മലയൊക്കെ കയറി യാത്ര ചെയ്തു പോകുമ്പോൾ വനത്തിൻ്റെ ഉള്ളിൽ കൂടെ കൂരിരുട്ടിൻ്റെ ഒരു അവസ്ഥയുണ്ട്. മാത്രമല്ല വളരെ വന്യമൃഗങ്ങളുടെ മുരൾച്ചയും അങ്ങനെ എല്ലാം നില അസ്വസ്ഥതപ്പെടുത്തുന്ന ആ യാത്ര ചെയ്യുന്ന വ്യക്തിക്ക് ദൂരവേ കേൾക്കുന്ന ആ രാപ്പാട് പക്ഷിയുടെ ആ പാട്ട് ഈ യാത്രികന് അല്ലെങ്കിൽ ഈ യാത്ര ചെയ്യുന്ന വ്യക്തിക്ക് എന്താണ് ഒരു ഏകാന്തത തോന്നില്ല. കാരണം തന്നോടൊപ്പം ആരോ ഉണ്ട്. ഈ പാട്ട് ദൂരവേ കേൾക്കുമ്പോൾ തനിക്ക് വലിയ ആശ്വാസം നൽകിയ, കാരണം ഒറ്റയ്ക്ക് ഈ വലിയ കാടിൻ്റെ ഉള്ളിലൂടെ യാത്ര ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ ഭീതിപ്പെടുത്തുന്ന അവസ്ഥയിൽ ഈ ദൂരവേ കേൾക്കുന്ന ഈ പക്ഷിയുടെ പാട്ടുണ്ടല്ലോ, അതിനെന്ത് ചെയ്യും, കൂടുതൽ ആശ്വാസം കൊടുക്കും. തന്നോട് ഒപ്പം ആരോ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ, ഒരു ഫീൽ നൽകുന്നുണ്ട്. അപ്പോൾ ഈ 23-ാം സങ്കീർത്തനം നമ്മെ എല്ലാവരെയും സംബന്ധിച്ച് ഈ ജീവിതയാത്രയിൽ നമ്മെയും അലോസരപ്പെടുത്തുന്ന, വിഷമിപ്പിക്കുന്ന ഒട്ടനവധി പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ നമുക്ക് ആരോ നമ്മുടെ കൂടെ ഉള്ളതായിട്ടൊരു ഫീല് ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് രാപ്പാട് പക്ഷിയുടെ പാട്ടിനെ അല്ലെങ്കിൽ അതിനെ ഉപമിക്കാറുണ്ട് ഈ സങ്കീർത്തനം. മറ്റൊരു നിലയിലൊരു ഉപമാനം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇതൊരു താഴ്വാരമാണ്. 23-ാം സങ്കീർത്തനം ഒരു താഴ്വാരം. നമുക്കറിയാം താഴ്വാരം എപ്പോഴും മനോഹരമായിരിക്കുന്ന ഒരു സ്ഥലമാണ്. മനോഹാരിതമുണ്ട്. വളരെ ഈ 2 മലകളുടെ നടുവിൽ ഒരു മനോഹരമായ താഴ്വാരയ്ക്ക് സമമാണ് ഈ 23-ാം സങ്കീർത്തനം എന്ന് ഒരു വേദപണ്ഡിതൻ പറയാനായിട്ടുണ്ട്. ശരിയാണ്, വളരെ മനോഹരം. നമുക്കറിയാം താഴ്വാര എത്ര മനോഹരമായ പച്ചപ്പ് നിറഞ്ഞ അരുവികളുള്ള, അവിടെ ഇവിടെയായ നല്ല മനോഹരമായ പൂക്കളൊക്കെ നിറഞ്ഞ മനോഹരമായിരിക്കുന്ന ഒരു താഴ്വാരം. അതൊരു പിക്ചറൈസ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ചിത്രകാരനോട് 23-ാം സങ്കീർത്തനം ഒരു പിക്ചറാക്കി മാറ്റുവാണെങ്കിൽ മനോഹരമായ ഒരു താഴ്വാരയ്ക്ക് തുല്യമായിട്ട് എന്ത് ചെയ്യും, അത് തോന്നിക്കും. ശരിയാണ്. 22-ാം സങ്കീർത്തനം അവിടെ യേശുക്രിസ്തുവിൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്ന ഭാഗമാണ്. കാൽവറിയെയും 24-ാം സങ്കീർത്തനം കർത്താവിൻ്റെ 2ാം വരവിനെയും അത് ഉപമിക്കുമ്പോൾ 2ാം വരവിനെയുമാണ് അവിടെ കാണുന്നത്. അപ്പോൾ 2 മലയുടെ നടുവിൽ മനോഹരമായിരിക്കുന്ന ഒരു താഴ്വാരയാണ് ഏത്,
ഈ 23-ാം സങ്കീർത്തനം. അപ്പം അതൊരു ആ നിലയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഈ 23-ാം സങ്കീർത്തനം പല ആവർത്തി നാം വായിക്കുകയും ആശ്വാസം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ നിലയിൽ ദൈവത്തിൻ്റെ ആലോചന ഇന്ന് രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുമ്പോൾ എന്താണ് ഈ സങ്കീർത്തനത്തിൽ നിന്നും നമുക്ക് ലഭ്യമായിരിക്കുന്ന പാഠം എന്നുള്ളതാണ് ഇന്ന് രാത്രിയിൽ ചിന്തിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷത്തോടു കൂടി ആയിരിക്കണം എന്നാണ് നാം ആഗ്രഹിക്കുന്നത്, അല്ലേ? ജീവിതത്തിൽ സന്തോഷം വേണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നാം ഓരോരുത്തരും. നമുക്ക് എപ്പോഴും ദുഃഖമുള്ള ജീവിതം ആഗ്രഹിക്കുന്നില്ല. എപ്പോഴും സ്വസ്ഥതയുള്ള സമാധാനമുള്ള ഒരു ജീവിതം നമുക്ക് ആവശ്യമാണ്. ഇന്നിൻ്റെ ലോകത്തിലേക്ക് നാം വീക്ഷിച്ചാൽ ഒരിക്കലും ഒരു സമാധാനമുള്ള ഒരു ലോകത്തിലല്ല നാം ആയിരിക്കുന്നത്. പത്രമാധ്യമങ്ങൾ എടുത്ത് നോക്കിയാൽ എവിടെ അസ്വസ്ഥതയും പ്രയാസങ്ങളും ഒക്കെ, ഞെരുക്കങ്ങൾ, ആത്മഹത്യകൾ പെരുകുന്നു. മനുഷ്യന് ജീവിതത്തിൽ സമാധാനമില്ലാതെ കഴിയുക. സമാധാനത്തിനായിട്ടും ആ സ്വസ്ഥതയുള്ള ജീവിതത്തിനായിട്ടും മനുഷ്യൻ എന്ത് ചെയ്യുക? ഓടിക്കൊണ്ടിരിക്കുക. എന്നാൽ ഇവിടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദാവീദ് രാജാവ് രേഖപ്പെടുത്തുകയാണ്, താനൊരു കണ്ടിട്ടുണ്ട്, താനൊരു ആശ്വാസം കണ്ടെത്തി. അതെന്താണെന്ന് താൻ പറയുക, അത് യഹോവയായ ദൈവമാണ്. ആ ദൈവം എനിക്ക് ഇടയനായിരിക്കുന്നത് കൊണ്ട് ഞാൻ എങ്ങനെയായിരിക്കുന്നു? വളരെ സ്വസ്ഥതയുള്ളവനായിരിക്കുന്നു. പച്ചപ്പിൻ്റെ അനുഭവം എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നു എന്ന് താൻ പറയുകയാണ്. 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്, പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിൻ്റെ അരികത്തേക്ക് എന്നെ എന്ത് ചെയ്യുന്നു? നടത്തുന്നു. ദാവീദ് ആട്ടിടയനായിരുന്നു. നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം അല്ലേ? ദാവീദ് ഒരു ആട്ടിടയനായിരുന്നു. അപ്പോൾ ഒരു ആട്ടിടയനായിരിക്കുന്ന ദാവീദിന് നന്നായിട്ട് അറിയാം ആടുകളെ എങ്ങനെയാണ് മേയിക്കേണ്ടത്. പക്ഷെ മാനുഷികമായ നിലയിൽ പല കുറവുകളും ഒരാട്ടിടയൻ എന്ന നിലയിൽ ദാവീദ് സംഭവിച്ചിട്ടുണ്ടാവും. എങ്കിലും തൻ്റെ കഴിവിനനുസരിച്ചും സഹോദരന്മാരുടെ ആടുകളെ താൻ എന്ത് ചെയ്തിട്ടുണ്ട്? പരിപാലിച്ചിട്ടുണ്ട്, അതിനെ മേയിച്ചിട്ടുണ്ട്. എന്നാൽ താൻ അതൊക്കെ ഇങ്ങനെ മേയിച്ചുകൊണ്ടിരിക്കുന്ന കാലങ്ങളിലൊക്കെ ദൈവവുമായി നല്ല ബന്ധമുണ്ട്. ജീവിതത്തിൻ്റെ ഒരു സായാഹ്ന വേളയിൽ താൻ ഈ സങ്കീർത്തനം രചിക്കുമ്പോൾ താൻ ഇങ്ങനെ ചിന്തിക്കുന്ന, എൻ്റെ ആടുകളെ മേയ്ക്കുന്നത് അത് എത്രയോ നന്നായിട്ടാണ് സർവശക്തനായ ദൈവം എന്ത് ചെയ്ത് എന്നെ പരിപാലിക്കുന്നത്. തൻ്റെ ജീവിതവുമായി തട്ടിച്ചു നോക്കുമ്പോൾ തനിക്കുള്ള അറിവും അനുഭവം അതേ ഉള്ളൂ. ഏതാ? ആടുകളെ മേയിച്ചുള്ള അനുഭവമാണ്. പിന്നീട് താൻ രാജാവായി എന്നുള്ള സത്യമാണ്. എന്നാൽ താൻ ഓർക്കുകയാണ്, താൻ അയവിറക്കുമ്പോൾ തൻ്റെ സഹോദരന്മാരുടെ ആടുകളെ മേയിച്ചു കൊണ്ടിരുന്നപ്പോൾ തൻ്റെ ജീവിതത്തിൽ ആ ആടുകളുമായി ഉണ്ടായ ബന്ധത്തിൽ തനിക്കുണ്ടായ അനുഭവങ്ങളെല്ലാം കോർത്തിണക്കിയപ്പോൾ താൻ ഇങ്ങനെ ചിന്തിച്ചു, അയ്യോ എൻ്റെ ദൈവമേ, അവിടുന്ന് എനിക്ക് ഇടയനായിരിക്കുമ്പോൾ എത്രയോ നല്ല രീതിയിലാണ് എന്നെ നടത്തുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവ് ഈ ദാവീദിനുണ്ടായി. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഒരു തിരിച്ചറിവ് വളരെ ആവശ്യമാണ്. ഇവിടെ ദാവീദ് പറയുകയാണ്, ആ തിരിച്ചറിവ് മനസ്സിലാക്കിയ ദാവീദ് പറയുകയാണ്, യഹോവ എൻ്റെ ഇടയനാകുമ്പോൾ എനിക്ക് ലഭിച്ച നന്മകൾ എന്തൊക്കെയാണെന്ന് താൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്ന്, പച്ചപ്പിൻ്റെയും സ്വസ്ഥതയുടെയും ഒരു അനുഭവം. ഈ യഹോവ ഇടയനായിരിക്കുമ്പോഴേ ഒരു പച്ചപ്പിൻ്റെയും സ്വസ്ഥതയുടെയും അനുഭവം തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അവിടെ ഇങ്ങനെയാണ് രണ്ടാമത്തെ വാഴ, പച്ചയായ പുൽപ്പുറം. ഈ പച്ചയായ പുൽപ്പുറം എന്നുള്ളത് സമൃദ്ധിയെ കാണിക്കുന്ന ഒരു ചിത്രമാണ്. സമൃദ്ധി, അതുപോലെ സ്വസ്ഥത. നമുക്കറിയാം, ജീവിതത്തിൽ മനുഷ്യൻ ഏറ്റവും ആഗ്രഹിക്കുന്നത് എന്താണ്? സ്വസ്ഥതയുള്ള പച്ചപ്പിൻ്റെ അനുഭവമുള്ള ഒരു ജീവിതം, അല്ലേ? കരിഞ്ഞുണങ്ങിയ ഒരു ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടോ മക്കളെ? ഇല്ല. നമുക്ക് എപ്പോഴും പച്ചപ്പിൻ്റെ അനുഭവം ആഗ്രഹിക്കുന്നത്, നമുക്ക് സ്വസ്ഥതയുള്ള ജീവിതമാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ അതെങ്ങനെ നേടിയെടുക്കാനായിട്ട് കഴിയും? ലോകത്തിലുള്ള ജനത അവർ സ്വസ്ഥതയുള്ള പച്ചപ്പിൻ്റെ അനുഭവത്തിന് വേണ്ടി അവർ അധ്വാനിക്കുന്നുണ്ട്, അവരതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ നമുക്കറിയാം, പത്രങ്ങളെടുത്തേ, ധനാഢ്യന്മാരാണ് കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നത്, അല്ലേ? അല്ലെങ്കിൽ ഉന്നതന്മാരാണ് കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നത്. എന്താണ്? അവർക്ക് സ്വസ്ഥതയില്ല. പച്ചപ്പിൻ്റെ അനുഭവം എന്ന പോലെ അല്ലെങ്കിൽ വളരെ സമൃദ്ധിയുടെ അനുഭവത്തിലൂടെയൊക്കെ ആണെങ്കിലും ജീവിതത്തിൽ സ്വസ്ഥതയില്ലെങ്കിൽ എന്തെല്ലാം അർത്ഥമുണ്ടോ? ഏറ്റവും പ്രധാനം എന്താണ്? സ്വസ്ഥതയാണ്. പച്ചപ്പിൻ്റെ അനുഭവവും സ്വസ്ഥതയും അത് മനുഷ്യൻ്റെ കർമ്മം കൊണ്ടോ അവൻ്റെ ഏതെങ്കിലും പ്രവൃത്തികൾ കൊണ്ടോ ഒന്നും, അല്ലെങ്കിൽ അവൻ്റെ നേട്ടങ്ങൾ കൊണ്ട്, അവൻ്റെ ധനം കൊണ്ട്, അവൻ്റെ ഉന്നതമായിരിക്കുന്ന സ്ഥാനം കൊണ്ടൊന്നും ഒരു പച്ചപ്പിൻ്റെ അനുഭവമോ സ്വസ്ഥതയോ ഒന്നും ലഭ്യമാകത്തില്ലെന്ന് ഒരു തിരിച്ചറിവ് ആർക്കുണ്ടായി? ദാവീദിനുണ്ടായി. ദാവീദ് അത് മനസ്സിലാക്കിയപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാകാൻ കഴിയുക? തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിലേ മനസ്സിലാക്കാൻ, അത് അനുഭവിക്കാനായിട്ട് കഴിയും. അങ്ങനെ താൻ മനസ്സിലാക്കിയപ്പോൾ ആണ് താൻ യഹോവയെക്കുറിച്ച് പറയാണ്, യഹോവ എൻ്റെ ഇടയനാകുന്നു. ആ യഹോവയായിരിക്കുന്ന ഇടയൻ എന്താണ്?
പച്ചപ്പിൻ്റെ അനുഭവത്തിലൂടെ എന്നെ എന്ത് ചെയ്യുന്നത് വായിക്കുന്നത്? അവിടെ വായിക്കുന്നത് പച്ചയായ പുൽപ്പുറങ്ങൾ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരിയത്തിലേക്ക് അവൻ എന്ത് ചെയ്യാണ്? എന്നെ നടത്തുന്നത്. അപ്പോൾ സ്വസ്ഥതയുടെ അനുഭവത്തിലേക്ക്, പ്രിയമുള്ളവരെ, സ്വസ്ഥതയുടെ അനുഭവം നമുക്കെല്ലാവരും ആഗ്രഹിക്കുന്നതാണല്ലോ. ആ അനുഭവത്തിലേക്ക് എത്തുവാനായിട്ട് ഈ ദാവീദ് ആഗ്രഹിക്കുകയാണ്. അത് തൻ്റെ ജീവിതത്തിലൂടെ താൻ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ശലോമൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, 17-ാം അധ്യായം സദൃശവാക്യം 17-1 വായിക്കുന്നുണ്ട്. നമ്മൾ അവിടെ ഇങ്ങനെ വായിക്കുന്നത് എന്താണ്? സദൃശവാക്യം 17-1 ഒരു വാക്യം വായിക്കുന്നുണ്ട്. അത് മനോഹരമായ ഒരു വാക്യം, എനിക്ക് എപ്പോഴും ഞാൻ ചിന്തിക്കുന്ന ഒരു വാക്യമാണ്. ആ വാക്യം ഇങ്ങനെയാണ്, വായിച്ചാൽ ആർക്കും കിട്ടിക്ക് വായിക്കാം. കലഹത്തോടുകൂടി ഒരു വീട് നിറയെ യാഗഭോജനത്തിലും സ്വസ്ഥതയോടുകൂടി ഒരു കഷ്ണം ഉണങ്ങിയ അപ്പം ഏറ്റവും നല്ലത്. ശ്രദ്ധിക്കണേ, ഒരു വീട്ടിൽ യാഗഭോജനം ഉണ്ട്, പക്ഷെ അവിടെ എന്താ ഉള്ളത്? കലഹമാണ്. കലഹമുണ്ടായിട്ട് ആ രുചികരമായ അവിടെ ഭക്ഷണം ഉണ്ടായിട്ട് വല്ല കാര്യമുണ്ടോ? എന്നാൽ പറയാണ്, ഉണങ്ങിയ അപ്പം മതി, പക്ഷെ അവിടെ സ്വസ്ഥത ഉണ്ടെങ്കിൽ ആ ഉണങ്ങിയ, പ്രിയമുള്ളവരെ, ഉണങ്ങിയ അപ്പം ഉണ്ടെങ്കിൽ അവിടെ ആ സ്വസ്ഥത ഉണ്ടെങ്കിൽ ആ ഉണങ്ങിയ അപ്പം മതി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ സ്വസ്ഥതയാണ് ഏറ്റവും പ്രധാനം. സമൃദ്ധമായ ആഹാരം ഉണ്ടായെങ്കിലും നമുക്ക് സ്വസ്ഥതയില്ലെങ്കിൽ ആ ആഹാരത്തിന് യാതൊരു രുചിയും ഉണ്ടാകില്ല. ഏറ്റവും പ്രധാനം എന്താണ്? സ്വസ്ഥത. മനുഷ്യന് ഇന്ന് സ്വസ്ഥതയില്ല. ഉണ്ടോ? പത്രങ്ങളെടുത്ത് നോക്കിയാൽ നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടുകൾ ശ്രദ്ധിച്ചേ, യാതൊരു സ്വസ്ഥതയുമില്ല. പക്ഷേ ഈ ദാവീദ് ആ സ്വസ്ഥത കണ്ടെത്തുന്നത് എങ്ങനെയാണ്? ദൈവത്തിലാണ്. എന്നിട്ട് ദാവീദ് പറയുകയാണ്, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് ഉണ്ടാകില്ല, പച്ചയായ പുൽപ്പുറങ്ങൾ അവൻ എന്നെ കിടത്തുന്നു. പിന്നെ അടുത്തത് ആ സ്വസ്ഥത അനുഭവത്തിലേക്ക് താൻ മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ തൻ്റെ ജീവിതത്തിൽ ഒരുപാട് അസ്വസ്ഥത ഉളവാകുന്ന ഒരുപാട് സംഗതികളുണ്ട്. 51-ാം സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ വായിക്കുന്നത് എന്താണ്? എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, നിന്നെ ഞാൻ പാപിക്കുന്നു. അപ്പോൾ തൻ്റെ ജീവിതത്തിൽ ആ ഭൗതികരിക്കുന്ന ഒരു മാറ്റങ്ങൾ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും തൻ്റെ ഉള്ളിൽ എപ്പോഴും വേദനിക്കുന്ന, ചാട്ടുളി പോലെ കൊത്തുന്ന, തന്നെ എല്ലാ അർത്ഥത്തിലും വിഷമിപ്പിക്കുന്ന, ദൈവത്തോട് അടുത്ത് ചെല്ലുവാൻ കഴിയാത്ത വിധത്തിൽ തനിക്ക് അസ്വസ്ഥത വരുത്തുന്ന ചില കാര്യങ്ങൾ തൻ്റെ ജീവിതത്തിലുണ്ട്. അതാ തിരിച്ചറിയും. ആ തിരിച്ചറിയിലൂടെ താൻ പറയേണ്ടതാണ്, ഞാൻ ദൈവമേ നിന്നോട് പാപം ചെയ്തിരിക്കുന്നു, ഞാൻ നിന്നോട് എന്ത് ചെയ്തു? ലംഘനം ചെയ്തിരിക്കുന്നു, ഞാൻ ലംഘനം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ആ പാപം, ആ തെറ്റ് എൻ്റെ ജീവിതത്തെ അസ്വസ്ഥത വരുത്തിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് ഇടയനായി സ്വസ്ഥതയുള്ളതായ ജീവിത അനുഭവം നാം സൃഷ്ടിച്ചെടുക്കണമെങ്കിൽ, ആ ജീവിതത്തിൽ പച്ചപ്പിൻ്റെ അനുഭവം ഉണ്ടാവണമെങ്കിൽ ഒരു കാര്യമേ പാടുള്ളൂ, ദൈവവുമായിട്ട് നമുക്കെന്തുണ്ടാവണം? നല്ലൊരു ബന്ധം സൃഷ്ടിക്കണം. ആ ദൈവം എൻ്റെ ഇടയനായിരിക്കുമ്പോൾ ആ ഇടയൻ്റെ കരങ്ങളിലേക്ക് നമ്മെയും നമ്മുടെ ജീവിതത്തെയും ഏൽപ്പിച്ചു കൊടുക്കണം. ഏതെങ്കിലും ആടുകൾ തൻ്റെ ആഹാരത്തെക്കുറിച്ച് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഭാരപ്പെടില്ല. കാരണം ആ ആടിനറിയാം എനിക്കൊരു ഇടയനുണ്ടെന്നുള്ളത്. തക്ക സമയത്ത് കാര്യങ്ങളെ ആ ഇടയൻ എനിക്ക് നിവർത്തിച്ച് തരും എന്നുള്ള ബോധ്യം ആടുകൾക്കുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവവുമായുള്ള ഒരു ബന്ധം, പ്രാഗൽഭ്യത്തോടുകൂടിയുള്ള ബന്ധം നാം സൃഷ്ടിച്ചെടുക്കുമ്പോൾ നമ്മുടെ ജീവിതം സ്വസ്ഥതയും പച്ചപ്പിൻ്റെയും അനുഭവമായിരിക്കും. ഇനിങ്ങനെ പറയാനായിട്ട്, ഭൗതികമായ പച്ചപ്പിനെക്കാളും ഭൗതികമായ സ്വസ്ഥതയെക്കാളും ആത്മീയമായ സ്വസ്ഥത നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയും. നമ്മുടെ ജീവിതത്തിൽ ആത്മീയ സ്വസ്ഥതയാണ് ഏറ്റവും പ്രധാനം. ആത്മീയമായ പച്ചപ്പാണ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യം. അതാണല്ലോ ദൈവത്തിലൂടെ നമുക്ക് ലഭ്യമാകുന്നതും അതാണല്ലോ നാം ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇന്നിൻ്റെ ലോകത്തിൽ ഭൗതിക പച്ചപ്പിൻ്റെയും സ്വസ്ഥതയും പിന്നാലെ പോകുന്നവരുടെ ജീവിതത്തിൽ വലിയ വെല്ലുവിളികളും അവർ പ്രയാസമുള്ളവരുമായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഭൗതികമായ വലിയ മാറ്റങ്ങളൊന്നുമില്ലെങ്കിലും ആത്മീയമായ പച്ചപ്പിൻ്റെ അനുഭവവും ആത്മീയമായ സ്വസ്ഥതയും അനുഭവം ഉണ്ടാകുന്നതിൻ്റെ കാരണം നമുക്കൊരു ഇടയനുള്ളത് കൊണ്ടാണ്. ദൈവമായിട്ട് നമ്മെ സഹായിക്കട്ടെ. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത് എന്താണ്? യഹോവൻ്റെ ഇടയനായി തീരുമ്പോൾ നമുക്കുണ്ടാകുന്നത് എന്താണ്? ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ് 3-ാമത്തെ വാക്യത്തിൽ, എൻ്റെ പ്രാണനെ അവൻ എന്ത് ചെയ്യുന്നു? തണുപ്പിക്കുന്നു. തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ എന്ത് ചെയ്യുന്നു? നടത്തുന്നു. ഓർത്തു നോക്കണം, ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്, പ്രാണന് തണുപ്പ് അനുഭവിക്കുന്നു. പാത എങ്ങനെയുള്ളതായിരിക്കും? നീതിയുള്ളതായിരിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ ഉള്ളത്തിൻ്റെ വിഷയമാണ് ഇവിടെ ഓർപ്പെടുത്തുന്നത്. നമ്മുടെയൊക്കെ അറിയാം, ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ ദേഹത്തിന് ആഹാരം ആവശ്യമാണ്,
അവൻ ദൈവി എന്ന നില അവൻ ചിന്തിക്കുന്നവനാണ്. ആത്മാവിന് ശാന്തിയും ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു മനുഷ്യൻ അതാണ് ചിന്തിക്കുന്നത്. എന്നാൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിരിക്കുന്ന സംഗതി എന്നുള്ളത് അവൻ്റെ പ്രാണന് തണുപ്പ് അനുഭവിക്കുന്ന ഒരു ജീവിതം ഉണ്ടാവണം, ഒരു സന്തോഷം അനുഭവിക്കുന്ന ഒരു ജീവിതം ഉണ്ടാവണം. അവൻ എന്തെല്ലാം നേടിയാലും അവൻ്റെ ജീവിതത്തിൽ ദൈവം ഒരു തണുപ്പിൻ്റെ അനുഭവം ഉണ്ടാവണം. അതെങ്ങനെയാണ് സാധ്യമായി തീരുക? പ്രിയമുള്ളവരെ, അത് ദാവീദ് മനസ്സിലാക്കി. എൻ്റെ ഇടയൻ എനിക്ക് ജീവിതത്തിൽ തണുപ്പിൻ്റെ അനുഭവങ്ങളിലേക്ക് എന്നെ കഴിയുന്നവനാണ് എന്നുള്ളത് ദാവീദിന് മനസ്സിലാക്കാനായിട്ട് കഴിയും. രണ്ടാമത് ദാവീദ് മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം എന്താണ്? ആ തണുപ്പിൻ്റെ അനുഭവം എന്നുള്ളത് നീതിയുടെ പാതയിലൂടെ നടക്കുമ്പോഴാണ്. ഇന്ന് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു ദൈവവേദന എന്ന നിലയിൽ ദൈവിക പ്രമാണത്തിനും ദൈവികമായ ആലോചനയ്ക്കനുസരിച്ച് നാം ജീവിതത്തെ ക്രമീകരിക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ളം തണുപ്പിൻ്റെ അനുഭവത്തിലൂടെ എത്തുവാനായിട്ട് സാധിക്കും. തണുപ്പിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒരു നല്ല ഇടയൻ്റെ കരങ്ങളിലേക്ക് നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അത് നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയുന്നുണ്ട്. അതെങ്ങനെ അനുഭവിക്കാൻ കഴിയും? ഈ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക്, ആ ദൈവവുമായുള്ള ബന്ധം നാം കാത്തു സൂക്ഷിക്കുമ്പോഴാണ്. നമുക്കറിയാം, ഈ കർത്താവിൻ്റെ ഒരിക്കൽ വന്ന ഒരു ധനികനുണ്ട്. അദ്ദേഹം വന്ന് ഇങ്ങനെ പറഞ്ഞറിയോ, ആ ചെറുപ്പക്കാരനായ നല്ല ഗുരു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കർത്താവിൻ്റെ ഒരിക്കലേക്ക് വരുവാനായിട്ടിടയും. നല്ല ഗുരു. അപ്പോൾ ആ കർത്താവ് ആ യുവാവിനോട്, അല്ലെങ്കിൽ ചെറുപ്പക്കാരനായിരിക്കുന്ന വ്യക്തിയോട് പറയുന്നുണ്ട്, നീ എന്നെ നല്ല ഗുരു എന്ന് വിളിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞുകൊണ്ട് സംഭാഷിക്കുന്ന വേളയിൽ പറയുന്നുണ്ട്. യുവാവ് പറയുകയാണ്, എനിക്ക് നിന്നെ അനുഗമിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ കർത്താവ് പറയും, നിനക്കുള്ളതെല്ലാം ഇത് തേച്ച് എൻ്റെ പിന്നാലെ വരും. പക്ഷെ എന്താ സംഭവിച്ചത്? ആ വ്യക്തി എന്ത് ചെയ്തു? വളരെ ധനികനായതുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുവാൻ കഴിയാതെ ദുഃഖിച്ചുകൊണ്ട് പോയി എന്ന് വായിക്കുന്നു. അവന് തണുപ്പ് അനുഭവിക്കാൻ കഴിഞ്ഞില്ല, അവന് നീതിയുടെ പാതയിലേക്ക് മുമ്പോട്ട് പോകാൻ കഴിഞ്ഞില്ല. അപ്പോൾ ജീവിതത്തിൽ തണുപ്പിൻ്റെ പ്രാണനെ തണുപ്പിക്കുന്ന അനുഭവം നീതിയുടെ പാതയിലേക്ക് നടക്കാനായിട്ട് ആർക്ക് കഴിഞ്ഞില്ല? കാരണം എന്താ? തൻ്റെ വിഷയം ധനമായിരുന്നു എന്നുള്ളതുകൊണ്ട്. അവൻ വളരെ ധനികനായിരുന്നു എന്ന് വായിക്കുന്നുണ്ട്. അതുകൊണ്ട് അവൻ ദുഃഖിച്ചു പോയി, കർത്താവിനെ പിൻപറ്റുവാൻ കഴിയാതെ പോയി. കർത്താവിൻ്റെ കൂടെ നടന്ന യൂദയ്ക്ക് എന്താ സംഭവിച്ചത്? 3.5 വർഷക്കാലം പണസഞ്ചി തൂക്കി പിടിച്ച യൂദയുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു? യൂദയ്ക്കും ആ കർത്താവിൽ നിന്നും കർത്താവിൻ്റെ പാത പിന്തുടരുവാനോ കർത്താവുമായുള്ളൊരു ആത്മീയമായിരിക്കുന്ന നല്ല ഹൃദ്യമായിരിക്കുന്ന ബന്ധം തനിക്ക് ഉണ്ടാക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അവസാനം എന്താ സംഭവിച്ചത്? അവസാനം കർത്താവിൻ്റെ കൂടെ നടന്നപ്പോഴും പണസഞ്ചി, കർത്താവിനെ ഒറ്റക്കെടുക്കുന്ന കാര്യത്തിലും തൻ്റെ ഈ പണസഞ്ചി ഉണ്ടായി. അവസാനം താൻ എങ്ങനെ ചെയ്തത്? ആ പണസഞ്ചി ദൂരവേ എറിഞ്ഞിട്ട് താൻ എന്ത് ചെയ്തെന്ന് വായിക്കുന്നത്? ആത്മഹത്യ ചെയ്തു, തൂങ്ങിച്ചത്തു. ഓർത്ത് നോക്കി, ഇത്രയും നാൾ കർത്താവിനോട് നടന്നിട്ട് പ്രാണനെ തണുപ്പിക്കുന്ന അനുഭവം തനിക്ക് ജീവിതത്തിൽ നേടിയെടുക്കാൻ കഴിഞ്ഞില്ല. കർത്താവിൻ്റെ പാത പിന്തുടരുവാനായിട്ട് കഴിഞ്ഞില്ല. നീതിയുടെ പാതയിലേക്ക് തനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയാതെ പോയതിൻ്റെ കാര്യം എന്താണ്? താൻ തന്നിലേക്കും ലോകത്തിലേക്കും ധനത്തിലേക്കും ശ്രദ്ധ ചെലുത്തി എന്നുള്ളത് കൊണ്ടാണ്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ പ്രാണൻ തണുപ്പിക്കുന്ന അവസ്ഥയിലും നീതിയുടെ പാതയിലേക്ക് നടക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ എന്തുണ്ടാവണം? ദൈവമായിട്ടുള്ളൊരു ബന്ധം നമുക്ക് കാത്തു സൂക്ഷിക്കണം. അവിടെയാണ് ദൈവമായിട്ടുള്ള ബന്ധം. അതുകൊണ്ടാണ് പൗലോസ് ഫിലേമിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നത്, അവൻ എൻ്റെ ഹൃദയത്തെ എന്ത് ചെയ്തു? തണുപ്പിച്ചു. എങ്ങനെ തണുപ്പിച്ചത്? തണുത്ത വെള്ളം കൊടുത്ത് തണുപ്പിച്ചെന്നാണോ? അല്ല. ആ ഫിലോമോൻ പൗലോസ് ഒരു ദൈവവേദൽ അല്ലെങ്കിൽ ഒരു ദൈവദാസൻ അല്ലെങ്കിൽ ഒരു ദൈവത്തെ അറിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തി ഏതെല്ലാം നിലയിലാണ് ഒരു ദൈവദാസനെ ശുശ്രൂഷിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് പൂർണ്ണമായൊരു ബോധ്യം പൗലോസിനുണ്ട്. ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഫിലേമോൻ നന്നായി പ്രവർത്തിക്കുന്നു. താൻ ആ പൗലോസിനെ ശുശ്രൂഷിക്കുന്നു, അവിടെയുള്ള സഭയെ നോക്കുന്നു, തൻ്റെ ജീവിതത്തിൻ്റെ തൻ്റെ ധനം കൊണ്ടും തൻ്റെ എല്ലാ നിലയിലും ആ ദൈവദാസന്മാരെ ശുശ്രൂഷിപ്പാൻ മനസ്സൊരുക്കമുള്ളവനായിത്തീർന്നു. തനിക്ക് ധനമുള്ളവനാണ്. മാത്രമല്ല, ആ വീട്ടിൽ നിന്ന് ഓടിപ്പോയ ഒനേസിമോസിനെ കുറിച്ച് വായിക്കുമ്പോൾ അവനെ ഏറ്റെടുക്കാനും സഹോദരനെ പോലെ അവനെ തിരികെ ആ യഥാസ്ഥാനത്തിലേക്ക് എത്തിക്കുവാൻ പൗലോസ് ശ്രമിക്കുമ്പോൾ അതും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ആർക്ക് കഴിയുന്നുണ്ട്? ഈ ഫിലോമോന് സാധിക്കുന്നു. അതുകൊണ്ട് പൗലോസ് പറയാണ്, അവൻ എൻ്റെ ഹൃദയത്തെ തണുപ്പിക്കുന്നവനാണ്. പ്രിയമുള്ളവരെ, അതിൻ്റെ അകത്ത് സംഭവം എന്താണ്? അതിൻ്റെ അന്തർധാര എന്താണ്? ഒറ്റ കാര്യമേ ഉള്ളൂ. ദൈവസ്നേഹവും ദൈവവചനവും
ആ ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കാനുള്ള മനോഭാവവും ഈ ഫിലോമോൻ ഉള്ളത് കൊണ്ടാണ് ഈ പൗലോസ് പറഞ്ഞ അവൻ എൻ്റെ ഹൃദയത്തെ തണുപ്പിച്ചു എന്നുള്ളത്. പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയം തണുക്കണമെങ്കിൽ ദൈവവചനത്തിലും ദൈവത്തിലും ആശ്രയിക്കുമ്പോഴാണ്. ഇങ്ങനെ നമുക്ക് പറയാം, വായിക്കുന്നുണ്ട്, നീതിയുടെ പാത നമ്മൾ വായിക്കുന്നുണ്ടല്ലോ പ്രിയമുള്ളവരെ, സദൃശവാക്യത്തിൽ വായിക്കുന്നുണ്ട്, നീതിമാന്മാരുടെ പാതയോ പ്രഭാതത്തിൻ്റെ വെളിച്ചം പോലെയാണ്. ഇവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, എൻ്റെ പ്രാണനെ ഞാൻ തണുപ്പിക്കുന്നു, തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തും. നീതിയുടെ പാത എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ പാതയാണ്. ആ പാതയിൽ നടക്കും. നീതിമാന്മാരുടെ പാതയോ പ്രഭാതത്തിൻ്റെ വെളിച്ചം പോലെ എത്രയെന്ന് വായിക്കണം. അപ്പം പ്രഭാതത്തിൻ്റെ വെളിച്ചത്തിനൊരു ഭംഗിയുണ്ട്. അപ്പോൾ നീതിമാന്റെ ജീവിതത്തിൽ പ്രഭാതത്തിൻ്റെ വെളിച്ചം പോലെയാണ് അവൻ്റെ പാത എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ക്രിസ്ത്യ ജീവിതത്തിൽ തണുപ്പിൻ്റെ അനുഭവവും നീതിയുടെ അനുഭവത്തിലൂടെ ആ നീതിയുടെ വഴിയിൽ ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുവാനായിട്ട് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ വഴി എന്താണ്? 128 സംഘത്തിൽ വായിക്കുന്നത്, യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴിയിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. യഹോവയുടെ വഴിയിലാണ് നീതിയുടെ വഴി. അവൻ്റെ വചനത്തെ അനുസരിക്കുന്നതാണ് നീതിയുടെ വഴി. അത് അനുസരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവൻ്റെ പ്രാണൻ തണുപ്പുള്ളതായി തീരും. അതുകൊണ്ട് ദാവീദ് ഇങ്ങനെയാണ് ഓർമ്മപ്പെടുത്തുന്നത്, എന്താണ്? യഹോവ എൻ്റെ ഇടയനാകുന്നത് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ എന്തുണ്ട്? അവൻ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു, എന്നെ ആശ്വസിപ്പിക്കുന്നു. മാത്രമല്ല എനിക്കെന്തുണ്ട്? നീതിയുടെ പാത നടക്കുവാൻ അവൻ എന്നെ സഹായിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ പാതയിൽ, നീതിയുടെ പാതയിൽ സഞ്ചരിക്കുന്നവരായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ ആ നില നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ. മൂന്നാമതായിട്ട് ദാവീദ് പറയുന്നത്, യഹോവ ഇടയനാകുമ്പോൾ എന്താണ് തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. കൂരിൽ അനർത്ഥമായി തൻ്റെ ജീവിതത്തിൽ അനുഭവപ്പെടുകയില്ല. ആ കൂരിൽ അനർത്ഥമായി തീരുകയില്ല. അതാണ് 4-ാമത്തെ വാക്യം. കൂരിൽ താഴ്വരക്കൂടി നടന്നാലും ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഒരനർത്ഥവും. നീ എന്നോടുകൂടി ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ എന്ത് ചെയ്യുന്നു? ആശ്വസിപ്പിക്കുന്നു. ശ്രദ്ധിക്കണം പ്രിയങ്ങളെ, ഇവിടെ ഓർപ്പെടുത്തുന്നത് കൂരിലിൻ്റെ അനുഭവം. നമുക്കറിയാം, യോഹന്നാന്റെ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, ഒരുവൻ ദൈവത്തോട് കൂടെ അനുഭവിക്കുകയും അപ്പോൾ തന്നെ അവൻ ഇരുട്ടിൽ നടക്കുകയും ചെയ്യുമ്പോൾ എന്താണ്? ഇരുളിൽ സഞ്ചരിക്കുമ്പോൾ അവന് പോസ്റ്റ് പറയുന്നു. അപ്പോൾ ഒരു ദൈവം ഇതിന് ഇരുളിൽ കൂടെ നടക്കാനായിട്ട് സാധിക്കും. ഇരുളെന്ന് പറഞ്ഞാൽ ആശ്ചര്യമായ ഇരുളിൻ്റെ കാര്യമല്ല, ദൈവത്തിൽ നിന്ന് അകന്ന് നടക്കുക എന്നുള്ളതാണ്. ദൈവത്തോട് കൂട്ടായ്മയുള്ളൊരു വ്യക്തിക്ക് മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? ആത്മീയമായ അനുഗ്രഹം പ്രാപിക്കാനായിട്ട് കഴിയുള്ളൂ. ആ വ്യക്തി മനഃപൂർവ്വമായ ഇരുളിൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്നും അകന്നു പോകുന്നൊരനുഭവം. അങ്ങനെ സംഭവിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? അങ്ങനെ സംഭവിച്ചാൽ ദൈവത്തിൽ നിന്നും അകന്നു പോവുകയാണെങ്കിൽ, ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും അകന്നു പോവുകയാണെങ്കിൽ, ഒരു ദൈവവേദന എന്ന നിലയിൽ സാക്ഷ്യം പുലർത്താതെ അവൻ ജീവിക്കുകയാണെങ്കിൽ അവൻ ഇരുളിൽ നടക്കുകയാണ്. അവൻ്റെ ആലോചന ദൈവികമല്ല, അവൻ്റെ ആലോചന എന്താണ്? ആ പിശാചിൻ്റെ ആലോചനയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്തില്ല, അനർത്ഥങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും. പ്രിയമുള്ളവരെ, നാം ദൈവത്തിൻ്റെ മക്കളായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്താണ്? ഇരുളിൻ്റെ അനുഭവം ഉണ്ടാകാൻ കഴിയുകയില്ല. കാരണം എന്താണ്? നമുക്ക് കൂട്ടായ്മ ആരോടുള്ളത്? ദൈവത്തോട്. യോഹന്നാൻ ദൈവം വെളിച്ചമാണ്. ആ വെളിച്ചമാകുന്ന ദൈവത്തോട് കൂട്ടായ്മ അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് ഇനി ഇരുളിൻ്റെ അനുഭവം വന്നാൽ പോലും എന്ത് സംഭവിക്കില്ല? ഇവിടെ വായിക്കും പ്രകാരം, കൂരിൽ താഴ്വരക്കൂടി നടന്നാലും, ഇരുളിൻ്റെ അനുഭവം എൻ്റെ ജീവിതത്തിൽ വന്നാലും ഞാനൊരു അനർത്ഥവും എന്ത് ചെയ്യുന്നില്ല, ഭയപ്പെടുന്നില്ല എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ദൈവവുമായുള്ള ഒരു ബന്ധത്തിൽ മുന്നോട്ട് പോകുന്ന ദാവീദ് പറയാണ്, കൂരിൽ നടന്നാലും ഞാനൊരു അനർത്ഥം ഭയപ്പെടുക. അടുത്ത പറയാണ്, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ എന്ത് ചെയ്യുന്നു? എന്നെ ആശ്വസിപ്പിക്കും. ഓർത്തു നോക്കണം, നീ എന്നോടുകൂടി ഇരിക്കുന്നുവല്ലോ. ദാവീദിന്റെ ജീവിതത്തിൽ ഒരു സമയത്ത് ദൈവം അകന്നിരിക്കുന്ന സമയമുണ്ടായി. 22-ാം സങ്കീർത്തനം അതിൻ്റെ 19-ാമത്തെ വാക്യം വായിച്ചാട്ടെ. 22:19 അവിടെ പറയാം, എന്താണ്? പറഞ്ഞു, വായിച്ചു. അത് മതി. ഇവിടെ ഓർമ്മ, നീയോ യഹോവ എന്ത് ചെയ്ത്? അകന്നിരിക്കരുതേ, എൻ്റെ തുണയായുള്ളവേ എന്നെ സഹായിപ്പാൻ എന്ത് ചെയ്യണം? വേഗം വരണമേ. 22-ാം സങ്കീർത്തനത്തിൽ ഈ ദാവീദ് പറയാണ്, ഭാഷൻ കുറ്റന്മാരെന്ത് എന്നെ വളയുന്നു, എനിക്കൊരു രക്ഷയില്ല, ഞാൻ ആകപ്പാടെ ബലഹീനനായിരിക്കുന്ന അവസ്ഥ,
ഞാൻ വെള്ളം പോലെ തൂകിപ്പോകുന്ന അവസ്ഥ, എൻ്റെ അസ്ഥികളെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്ന അവസ്ഥ. ഇത് കർത്താവിനോട് ബന്ധപ്പെട്ടാണ് ഓർമ്മപ്പെടുത്തെങ്കിലും താൻ ഈ സങ്കീർത്തനത്തിൽ ഓർമ്മപ്പെടുത്തുന്ന വസ്തുത, താൻ എല്ലാ നിലയിലും എന്താണ്, ബലഹീനനായിരിക്കുന്നു. യഹോവ നീ എന്നോട് അകന്നിരിക്കരുത്. അപ്പോൾ ഓർത്തു നോക്കണം, ഒരു ദൈവ പൈതൽ ദൈവത്തിൽ നിന്നും അകന്നു പോയാൽ അവൻ അശക്തനായി തീരും. അവൻ കൂരിൽ താഴ്വര കൂടെ പോയാൽ അനർത്ഥങ്ങൾ അവനെ പിന്തുടരും. ഒരു നിലയിലും സമാധാനം അനുഭവിക്കാൻ കഴിയാതെ പോകും. എന്നാൽ ദാവീദ് മനസ്സിലാക്കുകയാണ്, യഹോവ എൻ്റെ ഇടയനായിരിക്കുന്നത് കൊണ്ട് എനിക്ക് എന്തുണ്ടാവില്ല, ഒരു അനർത്ഥവും എൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നില്ല, സംഭവിക്കുന്നില്ല എന്നുള്ളത് തന്നെ മനസ്സിലാക്കും. കാരണം പറയാണ്, നീയോ അകന്നിരിക്കരുതേ, എന്നെ സഹായിക്കാൻ വേഗം പറഞ്ഞമേ. എന്നാൽ 23-ാം സങ്കീർത്തനത്തിലേക്ക് വന്നപ്പോൾ ദാവീദ് പറയാണ്, അവൻ എൻ്റെ ഇടയനായിരിക്കുന്നുണ്ട്. ഇവിടെ ഈ 4-ാമത്തെ വാക്യത്തിൽ പറയാം, എന്താണ്, നീ എന്നോടുകൂടെ ഇരിക്കുന്നുണ്ട്. നീ എൻ്റെ ഇടയനായിരിക്കുന്നുണ്ട്, നീ എന്നോടുകൂടെ ഇരിക്കുന്നല്ലോ, നീ അകന്നിരിക്കരുതേമേ എന്ന് പറഞ്ഞാൽ അതേ ദാവീദ് 23-ാം സങ്കീർത്തനത്തിലേക്ക് എത്തുന്നതിന് പറയാണ്, നീ എൻ്റെ ഇടയനായിരിക്കുന്നത് കൊണ്ട്, ഞാൻ നിൻ്റെ കൈക്കിലെ ആടായിരിക്കുന്നത് കൊണ്ട് നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ. പ്രിയ ദൈവമക്കളെ, കർത്താവായ യേശുക്രിസ്തു നമ്മുടെ ഇടയനായിരിക്കണം. ഇടയനായിരിക്കുമ്പോൾ അവൻ അകന്നിരിക്കില്ല. ആടിനെ സ്നേഹിക്കുന്ന ഒരു ഇടയനാണ് നമ്മുടെ കർത്താവ്. ആ കർത്താവ് നമ്മോട് കൂടെ എന്ത് ചെയ്തു, എപ്പോഴും ഉണ്ട്. ഇവിടെ ഏറ്റവും വലിയ നന്മ ഈ 23-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വാക്യമാണെന്ന്, യഹോവ എൻ്റെ ഇടയനാവുന്നു, എനിക്കെന്തില്ല, മുട്ടുണ്ടാകില്ല എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, ദാവീദിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ നന്മ എന്താണെന്നറിയാവോ? ഈ പച്ചയുടെ അനുഭവമോ സ്വസ്ഥതയുടെ അനുഭവമോ പ്രാണനെ തണുപ്പിക്കുന്നതോ നീതിയുടെ വാതിൽ നടക്കുന്നതല്ല. ഏറ്റവും വലിയ നന്മ താൻ അറിയുന്നത് എന്താ അറിയോ? നീ എന്നോടുകൂടെ. പ്രിയമുള്ളവരെ, ഒരുപക്ഷെ കർത്താവ് നമ്മുടെ കൂടെ ഇരിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിൽ പച്ചപ്പിൻ്റെ അനുഭവം ഉണ്ടാകത്തില്ല. ഒരുപക്ഷെ ഹൃദയം തണുക്കുന്ന അവസ്ഥ ഒരു വേളയിൽ ഉണ്ടാകത്തില്ലായിരിക്കാം. പക്ഷെ ഒരു കാര്യം നമുക്കുണ്ട്, നല്ല ഇടയനായ കർത്താവ് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടോ എന്നുള്ളത് ആത്മപരിശോധന നടത്തിയാൽ മാത്രം മതി. ആ ഇടയൻ നമ്മുടെ കൂടെ എപ്പോഴും ഉള്ളവനാണ്, നമ്മെ സ്നേഹിക്കുന്നവനാണ് ആ ഇടയൻ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിന്മേൽ പ്രവർത്തിക്കുവാൻ കഴിയുന്ന നല്ലൊരു ഇടയനാണ് നമ്മുടെ കർത്താവ്. ആ കർത്താവ് നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട്, ആ കർത്താവ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കാൻ കഴിയുന്നവനായിരിക്കുന്നത് കൊണ്ട് നമുക്കിങ്ങനെ പറയാൻ കഴിയും, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് ഉണ്ടാകില്ല. അടുത്തത് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. 4-ാമത്തെ കാര്യം, യഹോവ എൻ്റെ ഇടയനാകുന്നത് കൊണ്ട് എനിക്ക് എന്താണ് സംഭവിക്കുന്നത്, എനിക്ക് എന്താണ് ലഭിക്കുന്നത്, നന്മ എന്നുള്ളതോടെ വായിക്കുന്നത്, വിരുന്നൊരുക്കുന്ന, അഭിഷേകം ചെയ്യുന്ന ഒരു ഇടയനാണ് എൻ്റെ ഇടയൻ. എനിക്ക് വിരുന്നൊരുക്കുന്നു. 5-ാമത്തെ വാക്യത്തിൽ വാക്യം ഇങ്ങനെയാണ്, എൻ്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എൻ്റെ തലയെ എണ്ണ കൊണ്ട് എന്ത് ചെയ്യുന്നു, അഭിഷേകം ചെയ്യുന്നു. ഒരു പദവിയാണ് കാണുന്നത്. യഹോവ എൻ്റെ ഇടയനാകുമ്പോൾ എനിക്ക് നല്ലൊരു പദവി ലഭിക്കുന്നു. ആ ദൈവം നല്ലൊരു ആതിഥേയനായി നമ്മോട് പ്രവർത്തിക്കുകയാണ്. ദൈവമായിരിക്കുന്ന കർത്താവ്, ഈ ഇടയനായിരിക്കുന്നവൻ നല്ലൊരു ആതിഥേയനായി തീർന്നുകൊണ്ട് നമുക്കൊരു വിരുന്നൊരുക്കുകയാണ്. ആ വിരുന്നൊരുക്കുന്ന എവിടെയാണ്? ശത്രുവിൻ്റെ മുമ്പിലാണ്. പിന്നെ എന്ത് ചെയ്യുന്നു? എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ഒരു പദവിയിലേക്ക് എത്തുന്നു. അപ്പം ആ ഇടയനുമായുള്ള ബന്ധത്തിൽ ഈ ദാവീദ് മനസ്സിലാക്കിയിരിക്കുന്നത്, എനിക്ക് നല്ലൊരു പദവി ലഭിച്ചിരിക്കുന്നു, അവൻ എന്നെ മാനിക്കുന്ന ഒരു പദവിയിലേക്ക് താൻ എത്തുകയാണ്. പ്രിയമുള്ളവരെ, അതെത്രയോ അനുഗ്രഹിക്കപ്പെട്ടൊരു അവസ്ഥയാണ് എന്നുള്ളത് ഇതിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. വിശദീകരിക്കേണ്ടതായ കാര്യങ്ങളുള്ളതുകൊണ്ട്, സമയപരിമിതി ഉള്ളതുകൊണ്ടും ഞാനത് മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ വലിയൊരു അനുഗ്രഹിക്കപ്പെട്ട പദവി നമ്മൾ എന്ത് ചെയ്യാണ്? ശത്രുവിനെ ലജ്ജിപ്പാൻ കഴിയുന്ന തരത്തിൽ നമ്മെ ഉയർത്തുവാൻ ആർക്ക് കഴിയും? ദൈവത്തിന് സാധിക്കും. നമുക്ക് സ്വയം ഉയരുവാനായിട്ട് കഴിയില്ല. എന്നാൽ ശത്രുവിനെ ലജ്ജിപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ നമുക്ക് മേശയൊരുക്കി നമുക്ക് ആതിഥേയത്വം നൽകുന്ന ഒരു നല്ലൊരു ഇടയൻ, അത് ദാവീദ് മനസ്സിലാക്കുകയാണ്. അവിടെ ദാവീദ് പറയാണ്, എനിക്കൊന്നും മുട്ടുണ്ടാവില്ല. ഇംഗ്ലീഷിൽ എങ്ങനെയാണ്? ഐ ഷാൽ നോട്ട് വാണ്ട് എന്നാ അങ്ങനെ എഴുതിക്കുന്നത്. എന്ന് വെച്ചാൽ എനിക്കൊന്നും വേണ്ട. കാരണം എന്താണ്? എനിക്ക് എൻ്റെ കർത്താവ് എന്നോട് കൂടെയുണ്ട്. അവൻ എന്നെ തണുപ്പിക്കുന്നവനാണ്, പച്ചപ്പിൻ്റെ അനുഭവത്തിലൂടെ നടത്തുന്നവനാണ്, ദൂര താഴ്വരയിലും അവൻ എന്നോട് എപ്പോഴും ഉള്ളതാണ്. അതുകൊണ്ട് എനിക്കൊന്നും വേണ്ട, എനിക്കൊന്നും മതി, നീ എന്നോട് കൂടെ. ആ യഹോവയായ ദൈവം തനിക്ക് ഉന്നതമായ പദവി നൽകി അവനെ ആദരിക്കുകയാണ്. പിന്നെ അവസാനം 5-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം കാണുന്നത് എന്താണെന്നറിയാമോ? യഹോവ എൻ്റെ ഇടയനാകുന്നതുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ നന്മയും കരുണയൊക്കെയും എന്ത് ചെയ്യുന്നു? ആയുഷ്കാലം അനുഭവിപ്പാൻ ദൈവം എന്നെ എന്ത് ചെയ്യുന്നു? അനുവദിക്കുന്നു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ആയുഷ്കാലം ഈ നന്മയും ആ കരുണയും അനുഭവിപ്പാൻ തക്കവണ്ണം
ഈ ദൈവം, ഈ യഹോവയായവൻ തന്നെ അനുവദിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ വായിക്കുന്നതിലാണ്, ഞാൻ യഹോവയുടെ ആലയത്തിൽ എന്ത് ചെയ്യും, ദീർഘകാലം വസിക്കുന്ന ഒരു അനുഭവം. ജീവിതത്തിൽ ഈ ദാവീദ് ഒരു അനുഭവത്തിലൂടെ കടന്നു പോവുകയാണ്. തൻ്റെ ജീവിതത്തിൽ ഇവിടെ കണ്ടതായിരിക്കുന്ന ഓരോ കാര്യങ്ങളിലേക്കും നാം ശ്രദ്ധിച്ചാൽ, ഒന്ന്, യഹോവൻ്റെ ഇടയനാകുന്നത് കൊണ്ട് ദാവീദ് മനസ്സിലാക്കിയത് ഒന്നാമത്തെ കാര്യം, പച്ചപ്പിൻ്റെയും സ്വസ്ഥതയുടെ ഒരു അനുഭവം തനിക്ക് ലഭിക്കുകയാണ്. യഹോവൻ്റെ ഇടയനാകുന്നത് കൊണ്ട് തൻ്റെ ജീവിതത്തിൽ എന്തായിത്തീരുന്നു, അവൻ്റെ പ്രാണനെ തണുപ്പിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് താൻ എത്തുകയാണ്. മൂന്നാമത് നാം കണ്ടത്, യഹോവൻ്റെ ഇടയനാകുന്നത് കൊണ്ട് തൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന കൂരിരുൾ അനർത്ഥമായി തൻ്റെ ജീവിതത്തിൽ ഭവിക്കുന്നില്ല എന്നുള്ളതാണ്. നാലാമത് നാം കണ്ടത് എന്താണ്, യഹോവൻ്റെ ഇടയനാകുന്നതുകൊണ്ട് വിരുന്നൊരുക്കുന്നവൻ, അഭിഷേകം ചെയ്യുന്നവനായി താൻ അനുഭവിക്കുകയാണ്. നല്ലൊരു പദവിയിലേക്ക് എത്തുന്ന, ശത്രുവിൻ്റെ മുമ്പാകെ തന്നെ ആദരിക്കുന്ന ഒരു ഇടയനെ താൻ അനുഭവിക്കുകയാണ്. അഞ്ചാമതായി കണ്ടത് എന്താണ്, യഹോവൻ്റെ ഇടയനാകുമ്പോൾ തൻ്റെ ജീവിതത്തിൽ എന്താണ്, തൻ്റെ ജീവിതത്തിൽ നന്മയും കരുണയും ഒക്കെ അനുഭവിക്കാൻ കഴിയാത്ത വിധത്തിൽ ദൈവം തന്നെ സഹായിക്കുന്നു, ഉയർത്തും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് നാം ഒന്ന് പോകുമ്പോൾ, നമ്മുടെ ജീവിതവുമായി ഒന്ന് ബന്ധപ്പെട്ട് പോകുമ്പോൾ ഏറ്റവും പ്രധാനമായി ചിന്തിക്കേണ്ടത് യഹോവ നമ്മുടെ ഇടയനായി തീരണം എന്നുള്ളതാണ്. ഇവിടെ അവസാനമായി ഇങ്ങനെ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്, ദാവീദിനെ സംബന്ധിച്ച് യഹോവ വലിയൊരു ഇടയനാണ്. ദാവീദിനെ സംബന്ധിച്ച് എന്താണ്, തൻ്റെ ജീവിതത്തിൽ പച്ചപ്പിൻ്റെ അനുഭവത്തിലൂടെ നടത്തുന്നവൻ, സ്വസ്ഥതയിലൂടെ നടത്തുന്നവൻ, പ്രാണനെ തണുപ്പിക്കുന്ന, നീതിയുടെ പാതയിൽ നടത്തുന്നവൻ, കൂരിൽ കൂടെയുള്ളവൻ, ആശ്വാസം ഒരുക്കുന്നവൻ, വിരുന്നൊരുക്കുന്നവൻ, അഭിഷേകം ചെയ്തവൻ, നന്മയും കരുണയും ഒക്കെയും ആയുഷ്കാലം അനുഭവിപ്പാനായിട്ട് തനിക്ക് അവസരമൊരുക്കുന്ന ഒരു യഹോവയാണ്, ഒരു ഇടയനെയാണ് ഈ ദാവീദ് മനസ്സിലാക്കിയത്. എന്നാൽ നമ്മോട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ വളരെ വേഗത്തിൽ പറയട്ടെ. ഈ ഇടയൻ ദാവീദിനെ സംബന്ധിച്ച് യഹോവൻ്റെ ഇടയനാകുന്നു എന്ന് പറഞ്ഞ് താൻ ഈ ചില നന്മകളാണ് താൻ അനുഭവിച്ച നന്മകൾ പറയുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മോട് ബന്ധപ്പെട്ട് വളരെ ചില കാര്യം പറയട്ടെ. 22-ാം സങ്കീർത്തനത്തിൽ ഈ ഇടയൻ നമുക്ക് വേണ്ടി മരിച്ച ഇടയനാട്ടോ. ഈ ഇടയൻ നമുക്ക് വേണ്ടി എന്താണ്, നമുക്ക് വേണ്ടി ജീവൻ നൽകിയ ഒരു ഇടയൻ, നമുക്ക് വേണ്ടി പ്രാണനെ ഏൽപ്പിച്ചു കൊടുത്ത ഇടയൻ. അതാണ് വായിക്കുന്നത്. ആ ഇടയനെക്കുറിച്ച് വായിക്കുക, യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായം 11-ാമത്തെ വാക്യം വരുമ്പോൾ, ഞാൻ നല്ല ഇടയനാകും. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ദാവീദിന് വേണ്ടി ഈ യഹോവയായവൻ ജീവൻ കൊടുത്തില്ല. എന്നാൽ പ്രിയമുള്ളവരെ, ഈ ദാവീദിൻ്റെ ഈ ഇടയനുണ്ടല്ലോ, നമുക്ക് വേണ്ടി എന്ത് നൽകിയിട്ടുണ്ട്, തൻ്റെ ജീവനെ നൽകി. അത് ചെറിയ കാര്യമാണോ? ദാവീദിനെ സ്വസ്ഥതയോടെ നടത്തി, കൂരിൽ താഴെ കൂടെ ഉണ്ടായിരുന്നു, താൻ അതെല്ലാം അനുഭവിച്ചറിഞ്ഞു. എന്നാൽ നമ്മോടുള്ള ബന്ധപ്പെട്ട് ഈ നന്മ അനുഭവിക്കാൻ കഴിയാതെ വണ്ണം നിത്യമായ നരകത്തിലേക്ക് എറിയപ്പെടേണ്ടവരായിരുന്നു നാം ഓരോരുത്തരും, നിത്യമായ ശിക്ഷയ്ക്ക് യോഗ്യരായിരുന്നു നാം ഓരോരുത്തരും. നമ്മെക്കുറിച്ച് വായിക്കുന്നത് എന്താണ്, തെറ്റി വീഴുന്ന ആടുകളെപ്പോലെയുള്ളവരായിരുന്നു. എന്നാൽ ഈ ഇടയൻ നമുക്ക് വേണ്ടി എന്ത് ചെയ്തിരിക്കുന്നു, ഈ ദാവീദിനേക്കാൾ അധികമായി നമ്മെ സ്നേഹിച്ചുകൊണ്ട് ഈ ഇടയൻ ചെയ്തത്, ഞാൻ നല്ല ഇടയനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഇടയൻ നമുക്ക് വേണ്ടി എന്ത് ചെയ്തു, തൻ്റെ ജീവനെ നൽകി. 23-ാം സങ്കീർത്തനത്തിൽ വരുമ്പോൾ ആ ഇടയൻ നമ്മോട് കൂടെയുള്ളവനായിട്ടിരിക്കുന്നു. ആ ഇടയൻ നമ്മോട് കൂടെ ഇരിക്കുന്ന ഒരു ഇടയനെയാണ് നാം കാണുന്നത്. 24-ാം സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് വേണ്ടി വരാൻ പോകുന്ന ആത്മമണവാളനായ ഒരു ഇടയനെ നാം കാണുകയാണ്. എത്ര വലുതാണ് ഈ ഇടയനായ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് എന്താണ്, ഈ 22-ാം സങ്കീർത്തനം കാണുന്നത് അവിടെ ഒരു കൃപയുള്ള ഒരു ഇടയനെ കാണുന്നു. നമ്മോട് കൃപ കാണിച്ചൊരു ഇടയനാണ് 22-ാം സങ്കീർത്തനം. അവിടെ കൃപയാലല്ലോ വിശ്വാസമുള്ള നിങ്ങൾ രക്ഷിക്കപ്പെട്ടു, നമുക്ക് വേണ്ടി കൃപ കാണിച്ചൊരു ഇടയനെ കാണുമ്പോൾ 23-ാം സങ്കീർത്തനത്തിൽ കാണുന്ന ഇടയൻ എന്താ അറിയോ, നമ്മെ ആശ്വസിപ്പിക്കുന്ന ഒരു ഇടയൻ. 24-ാം സങ്കീർത്തനത്തിൽ കാണുമ്പോൾ മഹത്വവാനായി വരുന്നൊരു രാജാവായൊരു ഇടയനാണ്. 22-ാം സങ്കീർത്തനത്തിൽ ഒരു ക്രൂശിൻ്റെ ഒരു അനുഭവം കാണുന്നു. ക്രൂശ്, വേദനയുടെ, ദുഃഖത്തിൻ്റെ, നിലവിളിയുടെ ഒരു അനുഭവം 22-ാം സങ്കീർത്തനത്തിൽ നമ്മൾ കാണുമ്പോൾ, എന്നാൽ 23-ാം സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ എന്താണ് കാണുന്നത്, നമ്മുടെ താഴ്വാരയിലെ സഹയാത്രികനായി, കമ്പാനിയനായി നമ്മുടെ കൂടെയുള്ള ഒരു ഇടയനാണ്. കിരീടധാരിയായിരിക്കുന്ന, മഹത്വത്തിൻ്റെ രാജാവായിരിക്കുന്ന ഒരു ഇടയനെ അവിടെ കാണുവാനായിട്ട്. പ്രിയമുള്ളവരെ, ഈ ഇടയൻ നമുക്ക് വേണ്ടി ജീവൻ നൽകിയ ഇടയൻ,
നമുക്ക് വേണ്ടി നമ്മുടെ ഒപ്പം 23-ാം സങ്കീർത്തനത്തിന്റെ അനുഭവം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കൂടെ ഇപ്പോഴുള്ള ഒരു ഇടയൻ, നമുക്ക് വേണ്ടി വരാൻ പോകുന്ന ഒരു ഇടയൻ. പ്രിയമുള്ളവരെ, ദാവീദ് പറയുന്നത് യഹോവന്റെ ഇടയനാവുന്നു, എനിക്ക് മുട്ടുണ്ടാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞതാ ഈ 5 കാര്യങ്ങൾ വെച്ച് നാം ചിന്തിച്ചാൽ അതിനേക്കാൾ അധികമായി ജീവൻ നൽകിയ ഒരു ഇടയനാണ് നമുക്കുള്ളത്. മാത്രമല്ല അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, ഈ ഇവിടെ ഓർമ്മപ്പെടുത്തുന്ന ഇങ്ങനെയാണ്, എന്താണ് ഈ ഇടയൻ നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു, നമ്മുടെ ജീവിതത്തിൽ ശ്രേഷ്ഠ ഇടയനായി പ്രത്യക്ഷനാകാനായിട്ട് പോകുന്നൊരു ഇടയനാണ്. പിന്നെ ഓർമ്മപ്പെടുത്തുന്നത് എബ്രായ ലേഖനം 13:20 നമ്മൾ വായിക്കുന്നത് വലിയ ഇടയൻ എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഓർത്തു നോക്കണം, നമ്മെ സംബന്ധിച്ച് യഹോവ എൻ്റെ ഇടയനാകുന്നു എന്ന് ദാവീദ് പറയുമ്പോൾ നമ്മെ സംബന്ധിച്ച് ഈ ഇടയൻ എങ്ങനെയാണ് മക്കളെന്ന് വിളിക്കപ്പെടുവാൻ, ആ പദവിയിലേക്ക് ദൈവം നമ്മെ സ്നേഹിച്ച് ഉയർത്തുവാനായിട്ട് മക്കളെങ്കിലോ അവകാശികൾ എന്ന പദവിയിലേക്ക് നമ്മൾ ഉയർത്തി. റോമാലേഖനത്തിൽ നാം വായിക്കുന്നത് എന്താണ്, നാം ദൈവത്തോട് ശത്രുതയുള്ളവരായിരുന്നു. എന്നാൽ ഈ ഇടയൻ എന്ത് ചെയ്തു, ആ ശത്രുത്വം നീക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരേ പിതാവിൻ്റെ മക്കളെന്ന നിലയിലേക്ക് നമ്മളെ ഉയർത്തി ആ സ്നേഹത്തിൻ്റെ വിരുന്ന് നൽകി. ഏറ്റവും വലിയ ദാവീദ് അനുഭവിച്ച ഏറ്റവും വലിയ വിരുന്നിനേക്കാൾ ഏറ്റവും വലിയ വിരുന്നെന്നുള്ളത് ഇങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കർത്താവിൻ്റെ മരണപുനരുദ്ധാനത്തെ ഓർക്കുന്ന അപ്പവീഞ്ഞിൽ നിന്നും പങ്കെടുക്കുവാൻ തക്കവണ്ണം നമ്മെ എന്ത് ചെയ്തിരിക്കുന്നു, ദൈവം നമ്മെ സ്നേഹിച്ചു. ആ നല്ലയിടെ നമുക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തി എത്ര വലുതാണ്, ആ സ്നേഹം എത്ര വലുതാണ്. ആ ശത്രുതയായിരുന്ന, ദൈവത്തോട് ശത്രുത ഉണ്ടായിരുന്ന ആ ദൈവം ഈ നല്ലയിടയൻ ദാവീദ് അനുഭവിച്ച, ദാവീദിന് ശത്രുക്കളുടെ മുമ്പാകെ മേശയൊരുക്കിയെങ്കിൽ ഈ ഇടയൻ എനിക്ക് വേണ്ടി ഒരുക്കിയത് എന്താണ്, എന്നോട് എനിക്ക് ശത്രുത ഉണ്ടായിരുന്ന ആ ദൈവത്തിനോട് ഏറ്റവും ബന്ധം പുലർത്തുവാൻ, മക്കളെന്ന അവകാശിലേക്ക് എന്നെ ഉയർത്തുവാനും, ആ കർത്താവിൻ്റെ ശ്രേഷ്ഠ ഇടയനായ കർത്താവ് വരുന്നവരെയും അവൻ്റെ ഓർമ്മയെ പ്രസ്താവിക്കുന്ന മേശമേന്ന് പങ്കുകൊള്ളുവാൻ ദൈവം കൃപയാൽ എന്നെ വിളിച്ചു വേർതിരിച്ച് ആ ദൈവത്തിൻ്റെ മകളെന്ന പദവിയിലേക്ക് നമ്മെ ഉയർത്തിയതാണ്. എത്ര വലിയ അല്ലേ. ദാവീദ് അനുഭവിച്ച ആ മേശയുടെ വിരുന്നിനേക്കാൾ നാം അനുഭവിക്കുന്ന ആ അപ്പവീഞ്ഞിൽ പങ്കെടുക്കുന്ന ആ അനുഭവത്തിലേക്ക് നമ്മെ തെരഞ്ഞെടുത്തതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അതുകൊണ്ട്